ഫ്രണ്ട്സ്, ഇന്ന് നൂറക്കുട്ടിയുടെ സ്കൂളിൽ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. മീലാദിൻ്റെ പ്രോഗ്രാമാണ്. അപ്പോൾ നൂറക്കുട്ടി മീലാദിൻ്റെ പ്രോഗ്രാമിനൊക്കെ കൂടിയിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നു സ്കൂളിൽ. കാരണം ഡാൻസ് ഉള്ളതാണ്, അപ്പോൾ എല്ലാവരും ഡാൻസ് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, നൂറക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് പാട്ട് എന്നൊക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ തന്നെ നൂറക്കുട്ടി ഡാൻസിൻ്റെ കോസ്റ്റ്യൂമാണ്, ഇത് വൈറ്റ് ഉടുപ്പാണ് എല്ലാവരോടും ഇടാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും വൈറ്റ് ഉടുപ്പിട്ടിട്ട് വരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നൂറക്കുട്ടി ഇത് വൈറ്റ് ഉടുപ്പൊക്കെ ഇട്ട് സെറ്റ് ആയി നിൽക്കുന്നു കേട്ടോ. അങ്ങനെ മുടിയൊക്കെ കെട്ടി രണ്ട് ഭാഗം മുടി കെട്ടിയിട്ട് വരാൻ പറഞ്ഞു. രണ്ട് ഭാഗം മുടിയൊക്കെ കെട്ടിയിട്ട് വന്ന് സെറ്റായി നിൽക്കുകയാണ്. അപ്പോൾ മാല ഇടാം കേട്ടോ. നമ്മൾ ഇന്നലെ പോയി മാലയൊക്കെ മേടിച്ചതാണ് ഡാൻസിന് ഇടാൻ വേണ്ടിയിട്ട്. ഒരു മാലയും വളയും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാല ഇട്ടു, കമ്മലിട്ടു, സുന്ദരി ആയിട്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഇതൊക്കെ ഇട്ട് വന്നപ്പോൾ നല്ല രസമായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നൂറക്കുട്ടി എന്നോടൊന്ന് പിണങ്ങിയിട്ടാ. കാരണം അവൾക്ക് ഇവിടുന്ന് മേക്കപ്പ് ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു, സ്കൂളിൽ പോയി ചെയ്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുതായിട്ടൊന്ന് നമ്മൾ ഇവിടുന്ന് ഒരുക്കി വിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അവിടെ പോയി ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതായിരുന്നു. അതിൻ്റെ ഇടയിൽ നൂറക്കുട്ടിയുടെ അനിയൻ ലിപ്സ്റ്റിക്ക് എടുത്ത് കളിച്ചിട്ട് അതൊക്കെ മുഖത്തൊക്കെ വെച്ച് തേച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ നൂറക്കുട്ടിക്ക് മേക്കപ്പ് ചെയ്തു, ചെറുതായിട്ടൊക്കെ ഒന്ന് ഫൗണ്ടേഷനും കുറച്ച് പൗഡറൊക്കെ ഇട്ടിട്ടൊന്ന് സെറ്റായി കൊടുത്തു. നൂറക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മേക്കപ്പ് സാധനങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ളത് ലിപ്സ്റ്റിക് ആട്ടാ. അപ്പോൾ ലിപ്സ്റ്റിക്ക് കിട്ടിയ നൂറക്കുട്ടി എപ്പോഴും ഇടാറുണ്ട്. അങ്ങനെ തന്നെ നൂറക്കുട്ടി മേക്കപ്പൊക്കെ കഴിഞ്ഞ് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടാണ് അടുത്ത പണി. അങ്ങനെ തന്നെ ലിപ്സ്റ്റിക്കൊക്കെ വാരി തേച്ചിട്ടുണ്ട്. കുറച്ചിട്ടാൽ മതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ആൾക്ക് നന്നായിട്ട് ഇടണമെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണിൻ്റെ മുകളിലും കവളത്തൊക്കെ കുറേശ്ശൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആൾക്കൊന്നും ഭയങ്കര ഇഷ്ടമായിട്ടൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ട് സെറ്റായി നിന്നു. അങ്ങനെ കണ്ണെഴുതലൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാണ് ലാസ്റ്റ് ഇട്ടാൽ നൂറക്കുട്ടി റെഡിയായി വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് നൂറക്കുട്ടീനെ കാണാൻ എല്ലാവരും പറയണേ എന്താ അഭിപ്രായം. അങ്ങനെ നൂറക്കുട്ടി സ്കൂളിൽ പോയിട്ടാണ്. ഞങ്ങളിതാ പിന്നിലൊരു ഓട്ടോയിലാണ് പോകുന്നത്. കാരണം നൂറക്കുട്ടി നേരത്തെ പോവും, 9 മണിയാകുമ്പത്തേനും അവൾ പോവും. നമുക്ക് അത്ര നേരത്തെ പോകണ്ടല്ലോ. അപ്പോൾ ഞങ്ങളിതാ ഒരു ഓട്ടോ വിളിച്ചിട്ട് സ്കൂളിൽ പോവുകയാണ്. അങ്ങനെ സ്കൂൾ വന്നപ്പോൾ പ്രോഗ്രാം തുടങ്ങിയിട്ടൊന്നുമില്ല, മൗലൂദും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. കുട്ടികളുടെ പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല. അങ്ങനെ കുറച്ച് നേരമൊക്കെ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ടീച്ചർ വന്നിട്ട് പറഞ്ഞത് കുട്ടികൾക്ക് മേക്കപ്പ് ഉണ്ട്, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവൾക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ്സിലേക്ക് പോയിട്ടാണ്. അങ്ങനെ നൂറക്കുട്ടിയുടെ ക്ലാസ്സിലെത്തി. നൂറക്കുട്ടിയുടെ ക്ലാസ്സിൽ പോയിട്ട് നമ്മൾ അവർക്ക് ഉടുപ്പിലേക്ക് മുണ്ട് കുത്തി കൊടുക്കണം. കാരണം ഡാൻസിന് എല്ലാവരും മുണ്ട് കുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മുണ്ട് കുത്താൻ പോയിട്ട്, അങ്ങനെ മുണ്ട് കുത്താൻ പോയപ്പോൾ നൂറക്കുട്ടിയുടെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇൻഷു വന്നിട്ട് പറഞ്ഞു, മാമി എനിക്കും കൂടി കുത്തിത്തരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പിന്നെന്താ കുത്തിത്തരാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇൻഷുവിന് ഞാൻ മുണ്ട് കുത്തി കൊടുക്കുക ചെയ്തു കേട്ടോ. നൂറക്കുട്ടി കട്ട ചങ്ങുണ്ട് കേട്ടോ, ദിവ എന്ന് പറയുന്നത്. ദിവാൻ അന്ന് ആ പരിസരത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല, എവിടെയെന്ന് അറിയില്ല. അപ്പോൾ കുട്ടികളല്ലേ, ഓരോരോ തിരക്കിൽ അവരിങ്ങനെ നടക്കുമല്ലോ. അങ്ങനെ തന്നെ നൂറക്കുട്ടി ഒരുങ്ങി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. മുണ്ടൊക്കെ കുത്തിയപ്പോൾ നൂറക്കുട്ടീനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാം നമുക്ക് കാണാൻ പറ്റിയില്ല, കാരണം നൂറക്കുട്ടീനെ ഒരുക്കാൻ പോയ കാരണം കൊണ്ട് എനിക്ക് പ്രോഗ്രാംസ് ഫസ്റ്റത്തെ ഒന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. കുറച്ച് പരിപാടിയൊക്കെ നമുക്ക് മിസ്സായി. ഫസ്റ്റ് വെൽക്കം ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. അവളെ ക്ലാസ്സിൽ വെച്ചിട്ടാണ് നമ്മളവളെ മേക്കപ്പ് ചെയ്ത് കൊടുത്തിരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് കുറച്ച് പ്രോഗ്രാംസൊക്കെ മിസ്സായിട്ടാണ്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളിത് അവിടെ വന്നിരുന്നു. അപ്പോൾ മിലുന്ന് കുറച്ച് നേരമൊക്കെ ക്ഷമ ഉണ്ട്, മിലു കുറച്ച് നേരമൊക്കെ ഇരുന്നു കണ്ടിട്ട്. പിന്നെ മുപ്പര് നീച്ച് പോയിട്ടാണ്. അങ്ങനെ താഴെയുള്ള ഒരു ക്ലാസ്സിൽ പോയിട്ട് അവിടുത്തെ കുട്ടികളെ കളിക്കണതൊക്കെ എടുത്തിട്ട് കളി തുടങ്ങിയിട്ടാണ്. അതിൻ്റെ ഇടയിൽ വന്നിട്ട് അവർ ചോദിക്കണമൊക്കെ ഉണ്ട്, തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നു. അങ്ങനെ നൂറക്കുട്ടി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് നേരമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നൂറക്കുട്ടിയുടെ പരിപാടി രാവിലെ ഉണ്ടാവും കേട്ടോ നമ്മൾ വിചാരിച്ച്, പക്ഷേ രാവിലെ ഉണ്ടായില്ല. ഫസ്റ്റ് ആദ്യം ഒക്കെ LKG UKG പിള്ളേരുടെ പരിപാടിയായിരുന്നു. അങ്ങനെ ഉച്ച കഴിഞ്ഞിട്ട് നൂറക്കുട്ടിയുടെ പരിപാടി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നൂറക്കുട്ടിയുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നൂറക്കുട്ടിയുടെ പരിപാടി, ഈ പാട്ടൊക്കെ നന്നായിട്ട് പാടിയിട്ട് ആൾ നല്ല ഉഷാറായിട്ട് തന്നെ പാടി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതിനിടയിൽ മീലു ഉറങ്ങിപ്പോയി. മീലുവിന് പിന്നെ പ്രോഗ്രാം കാണാനുള്ള മൂഡൊക്കെ പോയി. ആൾ ഉച്ചയാകുമ്പോൾ സൈഡായിട്ടാണ്. അപ്പോൾ വലിയ ക്ലാസ് ഒരു പരിപാടി ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ പരിപാടി കാണാൻ. കുട്ടികൾ നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇത്രയൊന്നും നന്നായിട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു, പക്ഷേ എല്ലാ കുട്ടികളും നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നൂറക്കുട്ടിയുടെ പരിപാടി തുടങ്ങി. ഇതാണ് നൂറക്കുട്ടിയുടെ ഡാൻസ് കേട്ടോ. കുറേ കാലങ്ങളായിട്ട് പഠിച്ചുണ്ടാക്കണതാണ്. 1-2 മാസമായി ഇവർ പഠിപ്പ് തുടങ്ങിയിട്ട് ഇത് പഠിക്കാൻ തുടങ്ങി. നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ടീച്ചേഴ്സ് നന്നായിട്ട് അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇത്ര ചെറിയ കുട്ടികളെ ഇതൊക്കെ പഠിപ്പിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ലല്ലോ. നമുക്ക് എന്തായാലും പറ്റില്ല, പക്ഷെ അവരെയും കൊണ്ട് പറ്റും. അങ്ങനെ നൂറക്കുട്ടി സെക്കൻഡ് റോളാണ് നിൽക്കുന്നത് കേട്ടോ. നമുക്ക് പെട്ടെന്നൊന്നും അവളെ കാണില്ല മുന്നിൽ നിന്ന് നോക്കുമ്പോൾ. അങ്ങനെ ഞാൻ സൂം ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ആൾ തെറ്റിക്കുന്നൊക്കെ വിചാരിച്ചു ഞാൻ, കാരണം വീട്ടിൽ നിന്നൊന്നും വലിയ കാര്യമായിട്ട് പ്രാക്ടീസൊന്നും ഞാൻ കണ്ടിട്ടില്ല. സ്കൂളിൽ വരുമ്പോൾ ഒരു പ്രാക്ടീസ് മാത്രമേ ഉള്ളൂ.
പക്ഷെ ആൾ നന്നായിട്ട് തന്നെ കളിച്ചു കേട്ടാ. സ്കൂളിൽ എന്ത് പ്രോഗ്രാം വരുമ്പോഴും നൂറക്കുട്ടി മുൻപന്തിൽ തന്നെ ഉണ്ടാവാറുണ്ട് കേട്ടോ. കാരണം അവൾക്ക് ഡാൻസ് പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവൾ എപ്പോഴും ഡാൻസിനും പാട്ടിനും കൂടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ വല്ല പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചാടിക്കറി പോകട്ടാ. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ വിചാരിച്ച് തെറ്റിക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആൾ നന്നായിട്ട് തന്നെ കളിച്ചു. എല്ലാം ഉഷാറായിട്ട് തന്നെ കളിച്ചു. അവളെ ക്ലാസ്സിലുള്ള എല്ലാ ഗേൾസും കൂടിയിട്ട് ഒരൊറ്റ ഡാൻസ് അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ടീച്ചേഴ്സ് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. കാരണം ടീച്ചേഴ്സിന് ശരിക്കും ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കേണ്ടി വരും. അവർ അത്യാവശ്യം നന്നായിട്ട് പ്രയത്നിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. അതിൻ്റെ ഇടയിൽ ആ മീലു ഉറങ്ങി നീച്ചു കേട്ടോ. മീലു ഉറങ്ങി നീച്ചപ്പോൾ പിന്നെ ആൾക്ക് ഭയങ്കര വാശിയായി. അപ്പോൾ ഞാൻ അവിടെയുള്ള ചെറിയൊരു പാർക്കിലേക്ക് അവനെ കളിക്കാൻ കൊണ്ടുപോയി. അവിടെ പോയപ്പോഴത്തേനും ആൾ ഹാപ്പിയായി. പിന്നെ അവിടുന്ന് വന്ന് ഒരു ക്ലാസ് റൂമിൽ പോയിട്ട് നൂറക്കുട്ടിയുടെ ഫ്രണ്ടാണ് ഇൻഷു ആണ്. ഇൻഷു അവൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കാൻ കൂടിയപ്പോൾ അവൻ നല്ല ഹാപ്പി ആയിട്ടാണ്. അങ്ങനെ ടോട്ടൽ 90 പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് പ്രോഗ്രാംസായി. ഈ പ്രോഗ്രാം നൂറക്കുട്ടിക്കും മെലുവിനും എനിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം മെലു കുറച്ച് നേരമൊക്കെ അത് കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾ പോലീസാന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഇങ്ങനെ കുറേ നേരം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് സമ്മാനം കൊടുക്കലായി. നൂറക്കുട്ടിക്ക് സമ്മാനമൊക്കെ കിട്ടിയിട്ടാ. വീട്ടിലെത്തിയാൽ മതി, ഇത് തുറന്നാൽ മതി വരട്ടെ നോക്കിന് നിന്നിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയത് തുറന്നു നോക്കി. ഒരു പ്ലേറ്റും 2 ഗ്ലാസ്സും ഉണ്ടായിരുന്നു. ആൾക്ക് നല്ല ഇഷ്ടമായി. കാരണം കുട്ടികൾക്കൊക്കെ കംഫർട്ടായിട്ട് ഫുഡ് കഴിക്കാനൊക്കെ പറ്റുന്നൊരു സാധനമായി